സച്ചി എടുക്കുന്നില്ല അല്ലേ? ഹീസ് എ നൈസ് മാൻ. തനിക്ക് വേണ്ടി അവൻ ചെയ്ത സഹായങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. എനിവേ, എനിക്കും അവനെ കണ്ടൊരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്താ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. സാധാരണ സച്ചേട്ടൻ ഒരു ബെല്ലിന് ഫോൺ എടുക്കുന്നതാ. സമയം ഒരുപാടായില്ലേ, ഉറങ്ങിക്കാണും. എന്നാലും പോകുമ്പോ ഒരു വാക്ക് പറയാതെ എങ്ങനെയാ? സാരമില്ല, അസുഖം മാറി തിരിച്ചു വന്നിട്ട് നമുക്ക് സച്ചയെ വീണ്ടും കാണാം. നിങ്ങളോട് അവൻ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊരു കെയറിംഗ് ആണ് അവൻ നിനക്ക് തന്നത്. ഒരുപക്ഷെ ഞാൻ നിനക്ക് തരുന്ന കെയറിങ്ങിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുൾ. ഗോവിന്ദ്, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാ ആ മനുഷ്യൻ എന്നെ സഹായിച്ചിട്ടുള്ളൂ. സച്ചേട്ടന്റെ മനസ്സിൽ അർച്ചന മാത്രമേ ഉള്ളൂ. ആ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഞാൻ കണ്ടറിഞ്ഞതാ. സച്ചേട്ടനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. No, no, never. I am always thankful to him. ഇങ്ങനെ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത് അവൻ കാരണമാണ്. ദേ, ഇനി നിന്നാ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. നമുക്ക് പോവാം. താൻ വിഷമിക്കണ്ട, നമ്മൾ ഒരിക്കൽ കൂടി വരും. സച്ചയെ കാണാനായി മാത്രം. വാ. സാരമില്ല, വാ. Trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. അച്ഛനാണോ? നല്ലൊരു ഭർത്താവാണോ? ഇറങ്ങിപ്പോ, ഈ മുറിയിൽ ഇറങ്ങിപ്പോവാൻ. നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാ. അവളുടെ ഒപ്പം രാത്രി അവളുടെ വീട്ടിൽ ചെലവഴിച്ചിട്ടില്ലേ? കള്ളനാ നിങ്ങള്, പേരും കള്ളൻ. സ്നേഹം അഭിനയിച്ച് വിശ്വസിപ്പിച്ച വിശ്വാസവഞ്ചകൻ. നിങ്ങളുടെ കൂടെ ഞാനിനി എങ്ങനെയാ ജീവിക്കാം? എന്റെ മുഖത്ത് നോക്കാൻ നാണാവുന്നില്ലേ നിങ്ങൾക്ക്? ഭാര്യ എന്ന ഒരവകാശവും ഇനി മേലിൽ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും.
എനിക്ക് ജീവിതം മടുത്തു. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ആത്മഹത്യ ചെയ്യാൻ പോവാണല്ലേ? നന്നായി. സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത നീയൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്ത് തന്നെയാ. ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചതിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? എവിടെ നിന്ന് വെച്ചാ പോയി ചാവ്. അത് ശരി,